നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ്. ഇതിനു വേണ്ടി നമ്മൾ കഴുകി ഉണക്കി വെച്ചേക്കുന്ന ഗോതമ്പാണ് എടുത്തേക്കുന്നത്. റേഷൻ അരി ആണെങ്കിലും ശരി, എന്തരി ആണെങ്കിലും ശരി, നമുക്ക് ഇതിനു വേണ്ടി പച്ചരി ഉപയോഗിക്കേണ്ട, ബാക്കി എന്താണെങ്കിലും ശരി നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. ഇതിനു വേണ്ടി തന്നെ ഞാൻ ആദ്യം എടുത്തേക്കുന്നത് ഗോതമ്പാണ്. തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ശർക്കര നന്നായിട്ട് ചീകി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ ശർക്കര നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര എടുക്കാം, അതൊക്കെ നമ്മുടെ ചോയ്സ്. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഗോതമ്പ് അത് ഒരു പാത്രം നന്നായിട്ട് ചൂടാക്കി വെള്ളമയം എല്ലാം പറ്റിച്ചതിന് ശേഷം നമുക്കാണെങ്കിൽ ആ പാത്രത്തിലോട്ടിട്ട് ഒന്ന് ഗ്യാസിൽ വെച്ച് വറുത്തെടുക്കാം. പാത്രത്തിലേക്ക് നമുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാമേ. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് 4 മണിക്കുള്ള സ്നാക്സ് അല്ലേ. നമുക്ക് വറുത്തിട്ടാണെങ്കിൽ നമുക്ക് പാത്രത്തിലിട്ട് അടച്ച് വെച്ചാൽ 3-4 ദിവസത്തേക്ക് ഇരിക്കുകയും ചെയ്യേ. എന്നാലും ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം കേട്ടോ, കരിയാതിരിക്കാനേ. അല്ലെങ്കിൽ നമ്മൾ ഇളക്കാതിരിക്കുകയാണെങ്കിൽ അടിക്ക് കിടക്കുന്ന ഇതാണെങ്കിൽ കരിഞ്ഞു പോകും. ഒരു സൈഡ് മൂപ്പാവും, ഒരു സൈഡ് മൂപ്പാവത്തില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗവും എത്തിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. പ്രത്യേകിച്ച് മഴയൊക്കെ ആണെങ്കിൽ പറയണ്ട. ഇതേ ഗോതമ്പ് തന്നെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടേ, ചൂടായിക്കൊണ്ടിരിക്കുക. കണ്ടോ, തന്നെ പൊട്ടുന്നത് കണ്ടോ. എന്നാലും നമുക്ക് ഇളക്കി കൊടുക്കാം. മൂക്കുന്നതിൻ്റെ നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നതിൽ ചെറിയൊരു ഉഴപ്പ് വിചാരിച്ച് എന്നുണ്ടെങ്കിലും ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. സംഭവം മൂക്കുന്നത് കൊണ്ടേ കരിയും, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു സൈഡിൽ കൂടെ പൊട്ടിക്കൊണ്ടിരിക്കും, നമ്മളൊന്നും കാര്യമാക്കണ്ട, നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പോലല്ല കേട്ടോ, നമ്മൾ അരിയാണെങ്കിൽ മൂപ്പിക്കുമ്പോഴേ അത് പൊട്ടുമ്പോൾ നല്ല രസമാണ് കാണാൻ. അത് വേറൊരു രീതിയായിട്ട് മാറത്തില്ലേ. അപ്പം നല്ല രസമാണ് സംഭവം കാണാനായിട്ട്. സംഭവം നന്നായിട്ട് മൂത്തിട്ടുണ്ടേ. ഇനി നമുക്കാണെങ്കിൽ ഇത് തണുക്കുമ്പോഴത്തേന് മിക്സിക്കകത്ത് നല്ലതായിട്ടൊന്ന് പൊടിക്കാം. അങ്ങനെ നമ്മൾ നല്ലതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടേ. ഈ പരുവത്തിന് പൊടിച്ചെടുക്കണേ. പൊടിച്ചെടുത്ത ഗോതമ്പ് നമുക്ക് പൊടിച്ച ഗോതമ്പ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പൊടിച്ച് വെച്ചേക്കുന്ന ഗോതമ്പിലേക്ക് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം. ശർക്കര ഇട്ട് കൊടുക്കാമേ. ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഗോതമ്പ് വറുത്ത് പൊടിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ശരി ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.